ലിജോസ് ന്യൂബിക് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചേക്കാട്ടോ. നമ്മുടെ ബീൻസ് ഒക്കെ നല്ലപോലെ ഇങ്ങനെ കാട് പിടിച്ച് വരുമല്ലായിരുന്നു. അപ്പൊ നമ്മൾ പന്തലിട്ട് കൊടുക്കുന്ന കാര്യം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ നമുക്ക് പന്തലിട്ട് കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. കാരണം ഈ ഒരു ട്രെല്ലസില് ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഇങ്ങോട്ടൊക്കെ വളർന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഈ പന്തല് ഒരു നെറ്റ് ഇങ്ങോട്ട് ഈ ഫെൻസിനോട് ചേർത്ത് കെട്ടാൻ പോവാണ്. അതുപോലെ നമ്മള് പാവലിനെ ഇങ്ങോട്ട് വിടുന്നില്ല, പാവലും അങ്ങോട്ട് വിടുക. നമുക്കൊരു നല്ലൊരു ഷെയ്ഡും കിട്ടും. ബേസിക്കലി ഒന്ന് ചെറിയ കാര്യമുള്ളൂ. നമ്മൾ ആ നെറ്റിന്ന് ഇപ്പുറത്ത് കെട്ടിയിട്ട് ഇത് ഒന്ന് ട്രെയിൻ ചെയ്യിച്ചു വിടുക ഈ ബീൻസിനെ. പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ബീൻസ് നമ്മളിങ്ങനെ അതിന്റെ ഇടയ്ക്ക് കൂടെ ആക്കി കൊടുക്കണം. അതെ ട്രെയിനിങ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലേ? അപ്പൊ ഞാൻ വല കാണിച്ചു തരാം നിങ്ങളെ. ഞാന് ഇവിടെ ഒരു ഓൺലൈൻ ഇതിൽ നിന്ന് മേടിച്ചതാണ് വല. നല്ല നീളത്തിലുള്ള വലയാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമ്മുടെ ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ വോളിബോളിന്റെ സാധനത്തിന്റെ നെറ്റ് പോലെയുണ്ട്. ശരിക്കും വോളിബോൾ നെറ്റാണ്. അല്ലാണ്ട് കേട്ടോ, ഞാന് പിള്ളേർക്ക് കളിപ്പാട്ടം മേടിച്ചതിന്റെ കൂട്ടത്തില് വേറെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അപ്പുറത്തെ സൈഡില് നമുക്ക് ഇടണമെങ്കിൽ വീണ്ടും നെറ്റ് വേണം. അപ്പൊ അതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ അറ്റത്ത് പിടിപ്പിക്കാം. പക്ഷെ അത് അവിടെ നിന്ന് പിടിച്ചു നോക്കി എവിടെ വരെ എത്തുമെന്ന് നോക്കട്ടെ. അവിടെ വേണേ നമുക്ക് കെട്ടിവെക്കാമല്ലോ. ഞാൻ നോക്കുമായിരുന്നു ഇവിടെ. അപ്പൊ ഇത്ര സ്ഥലം വരെ ആകത്തുള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ കെട്ടിക്കൊടുക്കാം. ഞാൻ അച്ഛക്ക് നൂല് തരാം. അച്ഛാ അത് അവിടെ കെട്ടി ഇങ്ങോട്ട് കെട്ടിയാ മതി. മനസ്സിലായോ? ഇങ്ങനെ വലിച്ചു കെട്ടണം. ഇത് സ്ട്രെച്ചബിൾ ആട്ടോ. അപ്പൊ നമുക്ക് ഇതൊരു കണ്ട ചെറുത് നെറ്റ് ആണെങ്കിൽ നമുക്ക് നല്ലോണം വലിച്ചങ്ങോട്ട് കെട്ടാൻ പറ്റും കേട്ടോ. നോക്കിക്കേ, ഈ ഒരു ഇത് കണ്ടോ, ഫുള്ളായിട്ട് ഇത് കണ്ടോ. അവിടെ അങ്ങനെ ഓരോരോ കെട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡിലോട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. ഇത് എത്ര ഓൺലൈൻ സ്റ്റോറി എത്ര ഡോളർ ആയിരുന്നത്? വളരെ മിനിമം, വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ് ഇത്. പക്ഷെ നല്ലതാണ്. എനിക്കത് ഡ്യൂറബിളും അങ്ങനെ പൊട്ടിപ്പോന്ന നൂലല്ല. ഞങ്ങള് ചൈന ഓൺലൈൻ സ്റ്റോർ ടെമു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഗാർഡനിങ് പ്രോഡക്ട്സ് ഒക്കെ എല്ലാം വാങ്ങുന്നത്. ഈ ബീൻസ് ഇട്ടേക്കുന്ന ഗാർഡനിങ് ഫിലിം ആയാൽ പോലും 2 റോള് വാങ്ങിച്ചു. വളരെ ചീപ്പായിട്ട് കിട്ടിയത്. നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുറെ ടൈം ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങോട്ടൊന്നും വന്ന് കളയുണ്ടോ എന്ന് നോക്കേണ്ട പോലും ആവശ്യമില്ല. നല്ല ഷെയ്ഡുമാണ്. അതുകൊണ്ട് നല്ലോണം കെയറിങ് പിടിച്ചിട്ടുണ്ട്. കാരണം കളയില്ലാത്ത കാരണം ആ ഫുള്ള് മണ്ണിന്റെ ന്യൂട്രിയൻസും ഞങ്ങൾ ആ ഗാർഡൻ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഫുള്ള് മരം പിടിച്ചെടുത്ത് അങ്ങോട്ട് പന്തലിച്ച് കിടക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ പാവലുണ്ട്, ഇവിടെ അച്ചിങ്ങപ്പയറും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വിട്ടു കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തൊരു ഷെയ്ഡും ആവും. അപ്പൊ നമുക്ക് പരിപാടി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനിന്റെ ഒക്കെ പറയുന്നതിലും ചിലപ്പം ചില സാധനങ്ങൾ മേടിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എല്ലാം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബൾക്കായിട്ടൊന്നും മേടിച്ച് കൂട്ടരുത്. ആദ്യം ഒരു സാധനം മേടിച്ച് നോക്കുക, അത് നല്ലതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ കൂടുതലും മേടിക്കാവുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം പറ്റിക്കപ്പെടുകയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അറിയില്ല ഏത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ. ഞാൻ ഇതൊക്കെ ഓരോന്നും മേടിച്ചിട്ടേ അടുത്തത് മേടിക്കാറുള്ളൂ. ഫ്രീ ഡെലിവറിയാണ്. അതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് വാങ്ങാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ട് നമ്മൾ അതിന്റെ ഒരു സാധനം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ട് അതെങ്ങനെ ക്വാളിറ്റി ഉള്ള സാധനമാണോ നോക്കിയിട്ട് മാത്രമേ പിന്നെ നമ്മൾ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, അപ്പാപ്പനുണ്ടായിരുന്നപ്പോ അപ്പാപ്പന് ഈ വലയൊക്കെ നെയ്യാനൊക്കെ അറിയാം. അപ്പൊ അപ്പാപ്പൻ എന്റെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പന്തലൊക്കെ ഇട്ട് കൊടുക്കുന്നതല്ലേ ഈ നമ്മുടെ പച്ചക്കറിക്ക്. അപ്പം അപ്പാപ്പന് ഇതെല്ലാം ഇന്നും തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പാപ്പന് ഇൻട്രസ്റ്റ് ആണ്. ഫുള്ള് നെയ്തെടുക്കുമല്ലോ ഈ സാധനം. അപ്പാപ്പൻ നെയ്യും. ചാക്കുന്നൂല് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ സമയം നമ്മുടെ ചാക്കുന്നൂല് നമ്മുടെ ഇവിടെ ന്യൂസിലാൻഡില് ഇവിടെ 2-3 ഹാർഡ്വെയർ സ്റ്റോറിലൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും. മണ്ണിങ്സും മൈറ്റൺ അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ബൾക്കായിട്ട് 300 മീറ്റേഴ്സിനൊക്കെ $5 ആ ചാക്കുന്നൂല് വാങ്ങിച്ച് അപ്പാപ്പൻ്റെ കൊടുക്കുമ്പോ അച്ഛൻ അവിടെ ഇരുന്ന് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരുന്ന് അങ്ങോട്ട് പണി നെയ്യും. ഞാൻ രാവിലെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടേക്ക് ഇങ്ങനെ മൊത്തം വലയായിരിക്കും. ഈ ഞങ്ങൾ ഈ എന്താണ് ബാംബു സ്റ്റേക്സ് പോലും കുറച്ച് വെച്ചോളായിരുന്നല്ലേ. അപ്പൊ അവൻ ഫുള്ള് അത് നെയ്ത് ആ നെറ്റ് ഉൾപ്പെടെ ഉള്ളിലേക്ക് ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ
അപ്പാപ്പനൊക്കെ സന്തോഷമാവെന്ന് പ്രതീക്ഷിക്കുന്നല്ലേ. ഇവിടെ ഇച്ചിരി കൂടെ ഒന്ന് വലിച്ചത് ഇവിടെ കെട്ടണോ അത് അങ്ങോട്ട് അടുപ്പിച്ച് കെട്ടണോ ആദ്യം നമുക്കേ ആ ഏരിയയിൽ അങ്ങനെ കെട്ടി കൊടുത്തിട്ട് പിന്നെ സ്ട്രെച്ച് ചെയ്ത് വിടാൻ മതി. അല്ലെങ്കിൽ നമുക്ക് എവിടെയാ കൂടുതൽ സ്ട്രോങ് വേണ്ടത്, ഇവിടെയാണോ അവിടെയാണോ വേണ്ടത്? അത് കുഴപ്പമില്ല, കുറച്ച് ഹൈറ്റിൽ ഇരുന്നോട്ടെ കേട്ടോ. നമ്മളിവിടെ പ്ലാസ്റ്റിക്കിന്റെ നൂല വെച്ച്, നമ്മൾ ചാക്കുനൂല് വെച്ച് നോക്കിയിട്ട് അതത്ര സ്ട്രോങ് അല്ല. കാരണം മഴയത്തിരിക്കും വെള്ളമൊക്കെ വന്ന് ഈർപ്പനൊക്കെ അടിച്ചത് അതിന്റെ സ്ട്രെങ്ത് പോകും. അതുകൊണ്ട് നല്ല പ്ലാസ്റ്റിക് ഉണ്ട്. ഇത് നമ്മൾ ഓൺലൈൻ സ്റ്റോർ ചെയ്ത് വാങ്ങിച്ചാണ്. ഇതൊക്കെ എല്ലാം ഇവിടെയും കിട്ടും കേട്ടോ, $2 ഷോപ്പിലൊക്കെ കിട്ടും. കുറച്ച് കട്ട് ചെയ്ത് തരുമോ? ഞാൻ ഇതിന്റെ ഇടയ്ക്കിടെ കറക്കി കൊണ്ടു അല്ലേ. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരോ സാധനം ഇട്ടിട്ട് വലിച്ച് കെട്ടും. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാണ്ട് അങ്ങോട്ട് വലിക്കുമ്പോ കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് വലിക്കും. അത് അപ്പുറത്തെ സൈഡിലോട്ട് വലിക്കാനുള്ള, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇങ്ങോട്ട് വലിക്കാൻ കിട്ടത്തില്ല. എന്നിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കിട്ടിയാൽ മതി. നല്ല കാറ്റാണ്, വെയിലുണ്ട് എന്നാലും നല്ല കാറ്റ്. 2-3 ദിവസമായിട്ട് നല്ല കാറ്റ്. ഗാർഡനിൽ നിന്നൊന്ന് ഇറങ്ങാന്ന് വെച്ചാ കാറ്റ് സമ്മതിക്കില്ല നമ്മളെ. സൈഡില് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൂടെ കെട്ട, അല്ലെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ തന്നെ ഓരോ ഇട്ടതാ. എത്ര മതിയാവോ? കുറച്ചും കൂടെ ആണോ? കട്ട് ചെയ്യണ്ടേ? ഓക്കെ. അപ്പാപ്പൻ ചെയ്യുന്ന ഐഡിയാസ് ഒക്കെ കണ്ടുപിടിച്ച് മോള് അതേപോലെ ഞങ്ങൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നാട്ടില് വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു. തക്കാളി കളയല്ലേ? ഇല്ല. അപ്പൊ അപ്പാപ്പൻ ഇതൊക്കെ ചെയ്യുന്ന ഞാനും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കുന്നു. കാരണം വെയിറ്റ് താങ്ങാനുള്ള ഇതുണ്ട്. അധികം കട്ട് ചെയ്യണട്ടോ, നമ്മൾ പറഞ്ഞ ഓൺലൈൻ സ്റ്റോറാണ്. അതുകൊണ്ട് ഇല്ല വടം വലിക്കുന്ന പോലെ ഒന്നും പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം അത്യാവശ്യം നല്ല. ഞാൻ കുനിഞ്ഞ് നടക്കേണ്ടി വരുന്നതാണ്. അതുണ്ടാകും. എസ്പെഷ്യലി നമ്മൾ പച്ചക്കറിയൊക്കെ അതിന്റെ മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് താഴില്ലേ. എന്ത് പെട്ടെന്നുള്ള സമയം പോകുന്നല്ലേ. ഒരു 2 മാസത്തിനുള്ളിൽ ഇത് ഇവിടുത്തെ സമ്മറും കഴിയും. എന്റെ പൊന്നോ, അതിന്റെ ഉള്ളിൽ ഒന്ന് വിളവെടുത്ത് കിട്ടിയാൽ അതിന് നല്ല വെതറും കൂടെ ആയാൽ ഇങ്ങോട്ട് കയറ്റി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഒന്ന് പടർന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോ ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു 2 ലാസ്റ്റത്തെ ത്രെഡിലല്ല, ഒരു 2 മാറ്റിയിട്ട് ഒരു ചെറിയൊരു സപ്പോർട്ട് അങ്ങ് കൊടുക്കുക. ഇൻ കേസ് ലാസ്റ്റത്തെ ത്രെഡിൽ അങ്ങനെ പൊട്ടി പോന്നാൽ പോലും മറ്റേതിലങ്ങ് സപ്പോർട്ട് ചെയ്ത്. ഇതിനൊന്നും ആദ്യം വെയിറ്റ് ഇല്ല, പിന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ചെറുതായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം പാവയ്ക്കയുടെ നല്ല കാറ്റ് വന്നപ്പോൾ പാവയ്ക്ക താഴെ പോയത്. പക്ഷെ അതിന്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു അതെല്ലാം താഴെ പോയത്. അന്നിപ്പോ അത് എടുത്തപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. മതിയല്ലേ? അങ്ങ് അറ്റത്തും കൂടെ കൊടുത്തു, അവിടെ നേരത്തെ ഉടക്കി വെച്ചത്. പക്ഷെ പ്രാണികള് ഈ ഒക്കെ ശല്യം കുറവാണ്, ഭയങ്കര കുറവുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല എന്താണ് ഈ പ്രാവശ്യത്തെ ഈ ഒരു സീസണിന്റെ പ്രത്യേകത. നമ്മൾ അധികം സ്നെയിൽസ് കണ്ടിട്ടില്ല ഗാർഡൻ ബോക്സിൽ. പിന്നെ ഇത് എന്താണ്, കുറെ വണ്ടുകളും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം മിക്കപ്പോഴും ഈ കുക്കുംബർ ഫ്ലവറിൽ എപ്പോഴും വന്ന് വണ്ടിരിക്കുന്നതാണ്. ഒരു ഡിഫറെന്റ് ഒരു വൈബാണ് ഈ പ്രാവശ്യത്തെ സീസൺ. ഈ പ്രാവശ്യത്തെ ഈ സൈഡിലത്തെ ഫുള്ള് ഒന്നും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം നമുക്ക് അപ്പുറത്തെ സൈഡില് കുറ്റിയൊക്കെ ഇടാനുണ്ടല്ലേ. അപ്പുറത്തെ സൈഡിൽ നമുക്ക് പാവയ്ക്കൊക്കെ നമ്മൾ വേറെ രീതിയിൽ നമ്മളൊരു കുറച്ച് സ്റ്റേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് പറ്റുന്ന സ്ഥലത്ത് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള നെറ്റ് ഇടാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ട് പാവയ്ക്ക ഇടാൻ വേണ്ടി. പിന്നെ ഇപ്പുറത്ത് കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമ്മള് ബീൻസും ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് അച്ചിങ്ങപ്പയറും കൊടുക്കാം അല്ലെ. എന്നിട്ട് പാവല് അങ്ങോട്ട് പോയിക്കോട്ടെ, എല്ലാത്തിനെയും തിരിച്ചു വിടാം. ഇവിടെ ഇപ്പൊ നമ്മള് ലിജോ ഇത് തന്നെ ഈ ഗ്രീൻ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടാന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവൂല. അത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നെറ്റ് യൂസ് ചെയ്യാം. കാരണം നമ്മള് വോളിബോൾ ഉണ്ടോ എന്താ അതിന് പറയണ്ടേ, വോളിബോളിന്റെ നമ്മൾ ഈ പിള്ളേർക്ക് ടോയ്സ് ഒക്കെ മേടിച്ചപ്പോ അതിനകത്തുനിന്ന് കിട്ടിയ ബാഡ്മിന്റന്റെ 2 നെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടെ എനിക്ക് യൂസ് ആക്കാതെ തോന്നി, വെറുതെ അവിടെ ഇരിക്കുക. ഇവര് ഓൾറെഡി ഒരു വല വേറെ വിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ 2 വേറെ എക്സ്ട്രാ വന്നിരുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പൊ അത് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അതെടുത്ത് നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനാണെങ്കിൽ ഇങ്ങനെ സ്പേസ് ഒക്കെ ഉള്ളത്. അപ്പൊ അതെടുത്ത് സ്ട്രോങ്, കാരണം ടോയ് ബോൾസ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല
ഇതല്ല ഡ്യൂറബിൾ ആയിട്ട് ചെയ്താൽ അല്ല ഇത് ഈ നെറ്റ് ആണെങ്കിൽ പോലെ മറ്റേത് പ്ലാസ്റ്റിക്കിന്റെ നെറ്റ്, മറ്റേ കൾസ് കണക്കത്തെ നെറ്റ് ഇല്ലേ, അത്രയും നെറ്റ് അത് ഞങ്ങൾ കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബീൻസിന്റെ പന്തലിന്റെ വിശേഷങ്ങൾ. ഇനി കയറി ഇനി എങ്ങോട്ടൊക്കെ ഇത് ചെറുതായിട്ട് താഴേക്ക് വീണടപ്പുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇന്നത്തെ മുകളിലോട്ട് എടുത്ത് വെക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവനെ അങ്ങോട്ട് ഗേറ്റ് ഇങ്ങോട്ട് ഉടക്കി വിടാം. ഇവൻ ഇതിലോട്ട് കയറി പണി തുടങ്ങട്ടെ, ഇങ്ങോട്ട് ട്രെയിൻ ചെയ്ത് വിടാം. ഇവന് അവിടെ കയറി ഉടക്കിയിരിക്കും നൈസായിട്ട് അവിടെ ഇരിക്കട്ടാ. ഓക്കെ, ആദ്യത്തെ തന്നെ ചുറ്റിക്കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ചുറ്റിക്കൊടുത്തുണ്ട്. ഇനി ബാക്കിയെല്ലാം അവിടെ ഇങ്ങോട്ട് കയറി പോകുന്നുള്ളൂ. ഇവൻ ഇങ്ങോട്ടും പോട്ടെ, അപ്പുറത്ത് കയറി പിടിക്കും. ബേസിക്കലി ഇതാണ് ഒരു ജസ്റ്റ് ഒരു കോസ്റ്റ് എഫക്റ്റീവ് പന്തലല്ലേ. ഒരു എത്ര $1 ആയിട്ടുണ്ടോ ഇതിന്, ഈ സാധനത്തിന്? എനിക്ക് ഓർമ്മയില്ല എത്രയാന്ന്, പക്ഷെ അധികം ഒന്നും ആയില്ല. ഞങ്ങൾ നോക്കട്ടെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഞങ്ങളായിട്ട് 3 വാങ്ങിച്ചിട്ടുണ്ട്. നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കാരണം കഴിഞ്ഞ വർഷമാണെങ്കിൽ അപ്പാപ്പൻ കുറെ ടൈം എടുത്തില്ല ഇത്രയും സാധനം നെയ്തെടുക്കാൻ വേണ്ടി. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഒരു $100 $5 കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ, അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ അതിന്റെ ലിങ്ക്, പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് സംഭവം, നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇനി കയറി ഒന്ന് പിടിച്ചാൽ മതി അല്ലേ. ഇപ്പൊ നമ്മുടെ പന്തലൊക്കെ ഇട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഭാഗത്ത് ഇട്ടു, ഇനിയും ഉണ്ട്, നമുക്ക് അപ്പുറത്തെ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലൊക്കെ ഇടാൻ കിടപ്പുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോസിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വിശക്കുന്നു, ഞങ്ങള് പോയി ചോറുണ്ടേ 12:45. അപ്പം എല്ലാരും അപ്പൊ വീഡിയോസ് ഒക്കെ കാണുക. ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ഇടണം. നിങ്ങൾക്ക് വല്ല അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ്സിൽ റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പം വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്കും കമന്റ്സും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.